ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറാജിൻ്റെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തലേന്നാൾ രാത്രികളത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്താഴത്തിന് കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് അത്താഴത്തിന് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ചാമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദോശക്ക് പലരും പറയുന്നത് നീർദോശ എന്നൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ദോശയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. പിന്നെ മറ്റേ അരി അരച്ചിട്ടുള്ള ദോശക്ക് നമ്മൾ പുളിദോശ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ദോശച്ചട്ടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ദോശച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ചിലവർ നല്ലെണ്ണയൊക്കെയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിലാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സത്യത്തിൽ ഇത് ഫ്ലോപ്പായി പോയിട്ടുണ്ട് കേട്ടോ ഈ ദോശ. അപ്പം ഞാനത് ശരിയാക്കി എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുഹറ മറിയം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടും. ഫാത്തിമ സുഹറ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ ഇത് എന്തോ ഗ്യാസ് സ്റ്റൗമ്മലായതുകൊണ്ടാണ് തോന്നുന്നു ഇത് ശരിയായിട്ട് കിട്ടിയില്ല. കത്തൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കത്താത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് ശരിയായി കിട്ടാത്തത്. പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ശരിക്കും പോലെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ സാധാ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ കറി ഉച്ചക്ക് വെച്ച മാന്തൾ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നോമ്പ് തുറയും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്, മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കെടുക്കാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂമിൽ വന്നപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കെടുക്കുന്ന സമയത്തും രാവിലെ എണീക്കുന്ന സമയത്തും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ വീടിൻ്റെ ഐശ്വര്യത്തിന് ഇത് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. വീടിന് നല്ല ബർക്കത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കെടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ പെലച്ചക്ക് 4 മണിക്ക് അലാറം വെച്ച് ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണീച്ച് നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ നാത്തൂനും ഉണ്ട്. അപ്പോൾ നാത്തൂന് ഞാനും കൂടി കറിയും എല്ലാ സാധനങ്ങളും എടുത്ത് ടേബിൾ മേൽ കൊണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ദോശ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കറി ഒഴിച്ച് ഒരു മീൻ പൊരിച്ചത് എടുത്ത് ഇനി ഞാൻ കഴിക്കുകയാണ്. പിന്നെ പിറ്റത്തെ ദിവസം വൈകുന്നേരത്താണ് കേട്ടോ. അപ്പോൾ സാദാ ചോറ്, അപ്പോൾ അതിലേക്ക് ഏട്ടത്തല കറി വെച്ചത്, പിന്നെ വഴുതന ഉപ്പേരി, പിന്നെ എന്താണ് ഇതൊക്കെയാണ് കേട്ടോ മീൻ പൊരിച്ചതും. പിന്നെ അതാണ് നോമ്പ് തുറന്നതിന് ശേഷം കഴിച്ചത്. പിന്നെ അതുപോലെ രായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ടും, ഇത്രയേ ഉള്ളൂ.